പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി.ജെ.പി. പ്രവർത്തകർ പൂജിച്ച താമര വിതരണം ചെയ്തു എന്ന പരാതിയുമായി കോൺഗ്രസ്. പാലക്കാട് നഗരസഭ 19-ാം വാർഡ് കൊപ്പത്താണ് സംഭവം. ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, എന്താണ് ആരോപണം? എവിടെ നിന്ന് പൂജിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താമര വിതരണം? ഗോകുൽ, എന്താണ് ഈ സംഭവം? എന്താണ് ഈ താമര വിതരണത്തിന്റെ ലക്ഷ്യം? അതായത് ഇന്ന് പ്രധാനമായും നമ്മൾ കണ്ടൊരു സാധനമാണ്. പാലക്കാട് നഗരസഭയിലെ 19-ാം വാർഡിൽ കൊപ്പത്താണ് ബി.ജെ.പി. പൂജിച്ച താമര വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്നത്. അതായത് വീടുകളിൽ വന്ന് പൂജിച്ച താമര കൈമാറുന്നു. ആ പരാതിയിൽ പറയുന്നത് ഈ മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇതിനെതിരെ നടപടി വേണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. കാരണം സാധാരണ ദിവസമൊന്നും അവിടെ ഇത്തരത്തിൽ പൂജിച്ച താമരകൾ വിതരണം ചെയ്യാറില്ല. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും താമര പൂജിക്കാറുണ്ട്. പക്ഷെ വീടുകളിൽ കൊടുക്കുന്ന രീതിയൊന്നുമില്ല. ഇത് ഇന്ന് വളരെ പെട്ടെന്ന് ബി.ജെ.പി. പ്രവർത്തകർ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം ഇത് ചെയ്യുന്നു. ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. മതത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹരിദാസ് മച്ചിങ്ങൽ എന്ന കോൺഗ്രസ് പ്രവർത്തകൻ പരാതി നൽകിയത്. ഗോകുൽ വേസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കാര്യത്തിൽ പരാതി ഉണ്ടായിട്ടുണ്ട്. പൂജിച്ച താമര വിതരണം ചെയ്തു എന്നുള്ളതാണ് ആരോപണം.